ശ്രീ ശങ്കുട്ടിദാസ്, ബി ജെ പിക്ക് വിഷയമില്ലാതായി ഇപ്പോൾ സാധാരണ നിലയിൽ ബി ജെ പി ഉന്നയിക്കേണ്ട വിഷയങ്ങളാണ്. ബി ജെ പി ഉന്നയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് കേരളത്തിലെ ബി ജെ പി പോലും ഉന്നയിക്കാത്ത കാര്യങ്ങൾ, ഉപയോഗിക്കാത്ത കാര്യങ്ങൾ CPM എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ബെഞ്ച് സിറ്റേഴ്സായോ, കലിങ്കിലൊക്കെ ഇരുന്ന് കളി കാണുന്ന റോളിലേക്ക് ചുരുങ്ങുമോ? നോക്കൂ, ഞാൻ ആദ്യമായി ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് പറയട്ടെ. ഈ വിഷയം CPM ഉന്നയിക്കുന്ന വിഷയം അതിനോട് താത്വികമായിട്ട് യോജിക്കുമ്പോഴും അത് ഉന്നയിക്കാനുള്ള CPMന്റെ ധാർമ്മിക അധികാരത്തെയും അത് ഉന്നയിക്കുന്നതിലുള്ള അവരുടെ ആത്മാർത്ഥമില്ലായ്മയെയും ചോദ്യം ചെയ്യാനും കൂടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നോക്കൂ, ഇവിടെ CPM മുസ്ലിം ലീഗിനെ നേരിട്ട് ആക്രമിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് ഞങ്ങൾക്കൊപ്പം വന്നേക്കുമെന്ന സാഹചര്യത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമിനെ അടിക്കുകയാണ്. ശരിക്കും അവിടെ അടിക്കാൻ ഉദ്ദേശിച്ചത് ലീഗിനെയാണ്. കാരണം മാറാട് കലാപത്തിൽ നേരിട്ടിട്ട് പങ്കുണ്ട് എന്ന് തോമസ് പി ജോസഫ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് IUML-നെയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ്. 2003 ഓഗസ്റ്റിൽ അപ്പോയിന്റ് ചെയ്തതും 2006 ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതുമായിട്ടുള്ള തോമസ് പി ജോസഫ് കമ്മീഷന്റെ 452 പേജുള്ള അന്വേഷണ റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും NDF എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനവുമാണ് എന്നുള്ളതാണ്. അതിൽ IUML-ന്റെ 2 നേതാക്കന്മാരെ പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടാണത്. IUML-ന്റെ നേതാവായിട്ടുള്ള മൊയ്തീൻ ഗോയ എന്ന് പറയുന്ന ആളെയും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലാ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അന്നത്തെ ചെയർമാൻ ആയിരുന്ന മായിൻ ഹാജി എന്ന് പറയുന്ന ആളെയും പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടാണ്. അതിൽ മായിൻ ഹാജിക്ക് ഈ കലാപത്തിന്റെ ആസൂത്രണത്തെ പറ്റിയിട്ടും അത് നടത്താനുള്ള സമയത്തെ പറ്റിയിട്ടും വളരെ കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നുവെന്നും ഇവരുടെ എല്ലാവരുടെയും പിന്തുണയോടെയും മൗനാനുവാദത്തോടെയും കൂടിയാണ് ഈ കലാപം നടന്നത് എന്നും പറയുന്നുണ്ട്. ഇതിൽ 139 പേര് അറസ്റ്റ് ചെയ്തതിൽ 62 പേര് ശിക്ഷിക്കപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷം പേരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ്. ഈ കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ജുമാ മസ്ജിദ് പള്ളിയിൽ കയറി ഒളിച്ചിരുന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടാണ്. ലീഗിന്റെ കേന്ദ്ര നേതാവായിരുന്നു, പിന്നീട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആളാണ്. ശിക്ഷിക്കപ്പെട്ടതിൽ RSSകാരുണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾ 2 കാര്യങ്ങളെ ശ്രീ P. ജയരാജൻ, ഞാൻ മുഴുവൻ പറയട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വേറെ ആരും ഇടപെട്ടിട്ടില്ലല്ലോ. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് മുഴുവൻ കേൾക്കാനുള്ള മാന്യത നിങ്ങളും കാണിക്കണം. മാറാട് കലാപം എന്ന് പറയുന്നത് 2 സംഭവങ്ങളാണ്. ഒന്ന് 2002 ജനുവരിയിൽ സംഭവിക്കുന്നതും 2003 മെയ് മാസത്തിൽ സംഭവിക്കുന്നതുമാണ്. 2002 കലാപം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു തർക്കത്തെ തുടർന്ന് പൈപ്പ് വാട്ടർ എടുക്കുന്നത്, ഒരു പബ്ലിക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 പേര് തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷം, പിന്നീട് അതിനൊരു സാമുദായിക സ്വഭാവം വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടക്കുകയും ചെയ്തു. അതിൽ 2 ഹിന്ദുക്കളും 3 മുസ്ലിങ്ങളും 3 ഹിന്ദുക്കളും 2 മുസ്ലിങ്ങളും അങ്ങനെ 5 പേര് അവിടെ മരിച്ചു. ആ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPയുടെ, മുസ്ലിം ലീഗിന്റെ, CPM-ന്റെ, NDF-ന്റെ, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഉൾപ്പെടെ ഏതാണ്ട് 600ഓളം പ്രതികളുണ്ടായിരുന്നു. മാറാട് പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരും ഏതാണ്ട് ആ കേസിൽ പ്രതികളായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് CPM-ന്റെയും BJPയുടെയും ലീഗിന്റെ ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ തിരിച്ചടി എന്നോണം 2003 മെയ് മാസത്തിൽ നടന്നിട്ടുള്ള കലാപം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപമാണ്. അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുള്ള തോമസ് പി ജോസഫ് കമ്മീഷൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മിയർ റിവഞ്ച് ബട്ട് എ വൺ സൈഡ് അറ്റാക്ക് അഗൈൻസ്റ്റ് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എന്നാണ്. ഇത് കേവലം പ്രതികാരത്തിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ളതല്ല, വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെയും ആസൂത്രണത്തോടെയും ഒരു വിഭാഗം മനുഷ്യർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണമാണ്. 8 പേരെ കൂട്ടക്കൊല നടത്തി. അതിൽ ഒറ്റ ഭാഗത്തുള്ള പ്രതികൾ മാത്രമേ ഉള്ളൂ. അതിലൊരു BJP-കാരനും പ്രതിയില്ല, അതിലൊരു RSS-കാരനും പ്രതിയില്ല. അതിലെ പ്രതികൾ മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും NDF-ന്റെ പ്രവർത്തകരുമാണ്. അത് കൃത്യമായിട്ട് വിചാരണ നടത്തിയിട്ട് അതിലെ പങ്കാളിത്തത്തിന്റെ പേരിലാണ് ഈ ആളുകളെയൊക്കെ ശിക്ഷിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ആ ലീഗിനെ പറയാൻ ഇവർക്ക് ധൈര്യമില്ല. ഇപ്പോഴും ചോദിച്ചു നോക്കൂ ഇവരോട്, CPM-നോട്, ലീഗ് വർഗീയ പാർട്ടിയാണോ അതോ സാമുദായിക പാർട്ടിയാണോ അതോ മതേതര പാർട്ടിയാണോ? ഈ ചർച്ചയിലിരുന്ന് ജയരാജന് പറയാൻ കഴിയും ഒരു വർഗീയ പാർട്ടിയാണെന്ന്? അവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് പറയുക, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവമായിട്ട് സമാനമായിട്ടുള്ള മുസ്ലിം ഭരണമാണ് വരിക എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. കാരണം ഒരു പാലസ്തീൻ അനുകൂല സദസ്സ് സംഘടിപ്പിക്കുമ്പോഴും അതേപോലെ തന്നെ പൗരത്വ പ്രക്ഷോഭത്തിനെതിരായിട്ടുള്ള സദസ്സ് സംഘടിപ്പിക്കുമ്പോഴും അവിടേക്ക് ലീഗിനെ ക്ഷണിക്കുന്നവരാണ്. നാളെയെങ്കിലും ലീഗ് ഞങ്ങളുടെ ഒപ്പം വരുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇവർ പറയുന്നത് രാഷ്ട്രീയ താല്പര്യം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ പറയേണ്ട സന്ദർഭത്തിലൊന്നും അവർ പറഞ്ഞിട്ടില്ല. 1971 ബംഗ്ലാദേശിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. റാസാക്കാർ ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെയും ഗ്രാമങ്ങളെയും വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. അൽ ബദർ, അൽ ഷംസ് തുടങ്ങിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് ഛത്ര സംഘടിപ്പിക്കുന്ന കൂട്ടക്കൊല ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിനെ ഒരു തള്ളി പറഞ്ഞിട്ടില്ല. ഈ 2025 ബംഗ്ലാദേശിൽ നടത്തിയിട്ടുള്ള വംശഹത്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഒരു ഐക്യദാർഢ്യ സദസ്സ് ബംഗ്ലാദേശികൾക്ക് വേണ്ടി ഒരു സംഘടിപ്പിച്ചിട്ടുണ്ടോ? 5000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന പാലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി
വേണ്ടി ഗാസയ്ക്ക് ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് സദസ്സ് സംഘടിപ്പിക്കുകയും അതിലേക്ക് ലീഗിനെ ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ള ഇവര് ഈ തൊട്ടടുത്ത് ഇന്ത്യയുമായിട്ട് സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ബന്ധമുള്ള ബംഗ്ലാദേശിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ ഒരു ഐക്യദാർഢ്യ സദസ്സോ ഒരു പ്രാർത്ഥനാ സദസ്സോ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? അപ്പൊ ജമാഅത്തിനെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടില്ല. ആ കൂട്ടക്കൊലയ്ക്ക് കൂട്ടു നിൽക്കുകയും അവിടുത്തെ മരിച്ച മനുഷ്യരോട് നീതികേട് കാണിക്കുകയും ചെയ്തു. എന്നിട്ട് ലീഗിനെ പറയാൻ ഇപ്പോഴും ധൈര്യമില്ലാണ്ട് ലീഗിനെ പറയുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഇവരുടെ ഇരട്ടത്താപ്പ് പൊതുസമൂഹം തിരിച്ചറിയും. BJPയുടെ സ്പേസ് ഒന്നും ഒരിക്കലും ഈ CPM പോലത്തെ മുതലക്കണ്ണീർ ഒഴുക്കുന്ന ആളുകൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സ്പേസ് എടുക്കണമെങ്കിൽ ആദ്യം ആത്മാർത്ഥത വേണം, കോസിനോട് കമ്മിറ്റ്മെന്റ് വേണം. നിങ്ങൾക്ക് ഇപ്പോഴും മാറാട് മരിച്ച മനുഷ്യരോട് യാതൊരു ആത്മാർത്ഥതയില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും വ്യാജമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് നിങ്ങൾ നടത്തുന്നത് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ശരി ശ്രീ